ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലെ സാറ്റിൻ കവർ ചെയ്ത ഒരു ബോയാണ്. പിന്നെ നമ്മളിവിടെ കുറച്ച് ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് കളറിലെ ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലെ ബീഡ്സും. ഇത് 4 mm-ൻ്റെയും 3 mm-ൻ്റെയും 2 mm-ൻ്റെതുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു ഗിയർ വയറാണ്. ഞാനിവിടെ ഒരു സിൽവർ കളറിലെ ഗിയർ വയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ബോയുടെ അളവിനാട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് 4 mm-ൻ്റെ ഗോൾഡൻ കളറിലെ ബീഡ്സാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനെ ഇതുപോലെ നമ്മുടെ ഗിയർ വയറിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് ആക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ 2 ഗിയർ വയറിലോട്ടും 2 വശത്തുള്ള ഗിയർ വയറിലോട്ടും ഇതുപോലെ 2 mm-ൻ്റെ ഗോൾഡൻ കളറിലെ ബീഡ്സും 4 mm-ൻ്റെ വൈറ്റ് കളറിലെ ബീഡ്സും ഇട്ട് കൊടുക്കുന്നു. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കണം. അപ്പം ആദ്യം ഒരു ഗോൾഡൻ കളറിലെ ബീഡും അതിനുശേഷം വൈറ്റ് കളറിലെ ബീഡും, ഈ ഒരു രീതിയിലാണ് ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ടോട്ടൽ 10 വൈറ്റ് കളറിലെ ബീഡ്സ് വരത്തക്ക വേണം 2 വശങ്ങളിലും ഗോൾഡൻ കളറിലെ ബീഡ്സ് ഇട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ടോട്ടൽ 10 എണ്ണാട്ടോ എടുത്തിട്ടുള്ള, ഒരു വശത്ത് 10 വൈറ്റ് കളറിലെ ബീഡ്. എന്നിട്ട് നമ്മുടെ ഈ ഗോൾഡൻ കളറിലെ സെൻറ്ററിലിട്ട ബീഡിൻ്റെ അറ്റത്തോട്ട് ഇതുപോലെ കൊണ്ട് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഓരോ വശത്തും ഉള്ള ഗിയർ വയറിനെ ഇതുപോലെ എടുത്ത് ഈ സെൻറ്റർ പോർഷനിലിട്ടിട്ടുള്ള ഗോൾഡൻ കളറിൻ്റെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ വലിച്ചെടുക്കുക. 2 വശത്തുള്ളതിനെയും എതിർവശങ്ങളിൽ വരത്തക്കവണ്ണം ഇതുപോലെ നമ്മുടെ സെൻറ്ററിലുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ വലിച്ച് നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 2 വശങ്ങളിലുള്ള ഗിയർ വയർ ഉണ്ടല്ലോ, അതിലും കൂടെ നമ്മുടെ ബീഡിട്ട് നേരത്തെ പോലെ തന്നെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ചെയ്തതുപോലെ തന്നെ ഗോൾഡൻ കളറിലെ ഓരോ ബീഡും അതിനുശേഷം വൈറ്റ് കളറിലെ ഓരോ ബീഡും വീതം ഇട്ട് ടോട്ടൽ 5 വൈറ്റ് കളറിലെ ബീഡ് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ എൻഡിൽ നമുക്കിതിനെ ലോക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 0.1 mm-ൻ്റെ കുഞ്ഞു ബീഡാണ് എടുത്തിട്ടുള്ളത്, ഗോൾഡൻ കളറിൽ. അതിന് ഓരോന്ന് വീതം ഈ 2 അറ്റത്തുമായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കുഞ്ഞു ബീഡിന് തൊട്ട് മുമ്പുള്ള 2 mm-ൻ്റെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഗിയർ വയറിനെ കയറ്റി നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ ബീഡെല്ലാം ഒന്ന് ലോക്കായി കിട്ടും. അപ്പം നമ്മൾ ഇത് 2 വശത്തും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 എൻഡിലും ഇതുപോലെ കുഞ്ഞു ബീഡിട്ട് ലോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് ബാലൻസ് ഗിയർ വയറിന് അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന പോർഷൻ 2 ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിൽ എൻഡിൽ വരുന്നതിന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിനെ നമുക്ക് ഇനി നമ്മുടെ ബോയിൽ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഒരു ബോയുടെ എൻഡിൽ നിന്നും ഏകദേശം ഒരു കൈയളവിന് മുകളിൽ വെച്ചിട്ട് ആ ഒരു പോർഷൻ കണ്ടെത്തിയിട്ട് അവിടെ നമ്മൾ ഇതുപോലെ സൂചി നൂലും കടത്തി അതിന് ഇതിൻ്റെ നമ്മുടെ ബീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതി. ജസ്റ്റ് നമ്മുടെ സൂചി നൂലിനെ ഇതുപോലെ ഇതിന് ഫുള്ളായിട്ട് തയ്ച്ച് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. നല്ല ഭംഗിയുള്ള നമ്മുടെ ബോയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലും ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.